അപ്പോൾ ഈ വീഡിയോ നമുക്ക് ബൈനറി ഓപ്പറേഷൻസിലെ ഏതാനും പ്രോബ്ലങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിൽ ഈ ആദ്യത്തെ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറയട്ടെ, ഈ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് മാറ്റി കളഞ്ഞിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ പ്രോപ്പർട്ടികൾ 4 പ്രോപ്പർട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും ഭാഗം ഈ വര കാണുന്ന ഭാഗം വരെ അവിടെ ഉണ്ട്. പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാവുന്നത് എന്താണ്? എ ക്രോസ് എയിൽ നിന്നും എയിലേക്കുള്ള ഒരു ഫങ്ഷനാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്കറിയാം. ഇനി നമുക്ക് പ്രോബ്ലങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലം, എക്സാമ്പിൾ, ലെറ്റ് Q be the set of rational numbers. Q എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q എന്നുള്ള ഫോമിൽ എഴുതാവുന്നത്, P/Q എന്നുള്ള ഫോമിൽ എഴുതാവുന്ന എല്ലാ നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പർ എന്ന് പറയാം. അതിൽ ആ പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആവണം. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആവണം. അങ്ങനെ P/Q എന്നുള്ള ഫോമിൽ എഴുതാവുന്നു. എന്നാൽ Q ഡിനോമിനേറ്ററിൽ 0 വരാനും പാടില്ല. Q not equal to 0. അതായത് പറഞ്ഞാൽ P/Q എന്നുള്ള ഫോമിൽ എഴുതാവുന്നതും Q not equal to 0 ആയി പിയും ക്യൂവും ഇൻറ്റീജറും ആണെങ്കിൽ അത്തരം നമ്പേഴ്സിനാണ് പറയുക റാഷണൽ നമ്പർ. അപ്പോൾ അതാ പറഞ്ഞത്, Q ഈസ് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. Q എന്ന് പറഞ്ഞാൽ സെറ്റ് റാഷണൽ നമ്പറാണ്. ആൻഡ് സ്റ്റാർ ബി ദ ബൈനറി ഓപ്പറേഷൻ. ഈ സെറ്റിൽ നിന്നാണ് എന്തുള്ളത്? ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ ബി ദ ബൈനറി ഓപ്പറേഷൻ ഓൺ Q. Q എന്നുള്ള സെറ്റിൽ, അതായത് Q ക്രോസ് ക്യൂവിൽ നിന്ന്, സെറ്റ് എ ആണെങ്കിൽ എ ക്രോസ് എയിൽ നിന്ന് എയിലേക്ക് എന്ന് പറയാം. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. എ ക്രോസ് എയിൽ നിന്ന് എയിലേക്ക് എന്നാണ് സ്റ്റാറിൻ്റെ ഡെഫിനിഷൻ. Q ആയതുകൊണ്ട് Q എന്നുള്ള സെറ്റിൽ ഡിഫൈൻ ചെയ്തുകൊണ്ട് Q ക്രോസ് ക്യൂവിൽ നിന്നും ക്യൂവിലേക്ക്, അതാണ് പ്രശ്നം. അപ്പോൾ ഡിഫൈൻ ബൈ, ഇതാണ് ഡെഫിനിഷൻ. മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എ സ്റ്റാർ ബി ഈക്വൽസ് ടു AB/4. അത് 2 അംഗങ്ങൾ Q ക്രോസ് ക്യൂവിൽ നിന്ന് എടുക്കുകയാണ്. എയും ബിയും 2 അംഗങ്ങൾ എടുത്തിട്ട് അതിൻ്റെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 അംഗങ്ങൾ ഗുണിക്കുക, എന്നിട്ട് 4 കൊണ്ടായിരിക്കുക. ഈ 2 അംഗങ്ങളെ ഗുണിക്കുക, 4 കൊണ്ടായിരിക്കുക. AB/4 അതാണ് സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. ഫോർ എ ബി ബിലോങ്സ് ടു ക്യൂ. ഈ ക്യൂവിലുള്ള എല്ലാ എക്കും ബിക്കും ഇത് ബാധകമാണ് പറഞ്ഞു. 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന വസ്തുത ക്യൂ എന്നുള്ള സെറ്റിൽ നിന്ന് ക്യൂ എന്നുള്ള സെറ്റിലേക്ക് തന്നെയാണത്. ഇതാണ് ബന്ധം. ഈ പ്രധാന ആ ഫംഗ്ഷൻ്റെ പ്രധാന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എ സ്റ്റാർ ബി ഈക്വൽ ടു AB/4 എന്നുള്ളത്. ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സ്റ്റാർ ഇൻ ക്യൂ? സ്റ്റാർ ക്യൂവിലുള്ള സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ്? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ എലമെൻറ്റ് എ. എ എന്നുള്ള എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എന്താണ്? അണ്ടർ സ്റ്റാർ ഓൺ ക്യൂ. ക്യൂവിലുള്ള സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ, ക്യൂ എന്നുള്ള സെറ്റിലുള്ള സ്റ്റാർ എന്നുള്ള ഓപ്പറേഷനിൽ എ എന്നുള്ള എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എന്താണ്? അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ഫോർ ആൾ എ ബി സി ബിലോങ്സ് ടു ക്യൂ. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ സൊല്യൂഷൻ എഴുതി ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. കുറച്ച് സ്ഥലപരിമിതിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ എടുത്തിട്ടു. അതെന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സ്റ്റാർ ഇൻ ക്യൂ? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. 1ാമത്തെ, വാട്ട് ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സ്റ്റാർ ഇൻ ക്യൂ? ഐഡൻറ്റിറ്റി എലമെൻറ്റ് സ്റ്റാറിലെ, അല്ല ക്യൂ എന്നുള്ള സെറ്റിലെ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് എവിടെ പറയണത്? 3ാമത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നുണ്ട് എന്താണ് ഐഡൻറ്റിറ്റി എന്ന്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്? ഇ ആണെന്ന് പറയുന്നുണ്ട്. ഇ ആണ്. എങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ
ഈക്വൽ ടു ഇ സ്റ്റാർ എ ആയിരിക്കണം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ എഴുതി എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ. അതായത് എനെ ഇയുമായി സ്റ്റാർ ചെയ്താലും ഇനെ എയുമായി സ്റ്റാർ ചെയ്താലും എ തന്നെ കിട്ടണം. അതവിടെ എഴുതി, ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതി. എന്നിട്ട് നമ്മൾ കണക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഈക്വേഷനിൽ ഇതൊരു രണ്ട് ഈക്വേഷൻ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഈക്വേഷൻ, ഇവിടെ രണ്ട് ഈക്വേഷൻ. അപ്പോൾ ഒരു ഈക്വേഷൻ മതി. ഒരു ഈക്വേഷൻ നമുക്കൊരു വേരിയബിളിൻ്റെ വില കിട്ടാൻ ഒരു ഈക്വേഷൻ മതി. നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇ ആണ്. അപ്പോൾ ഇ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് കണ്ടെത്താൻ ഒരു ഈക്വേഷൻ മതി. ഒരു ഈക്വേഷനിൽ നിന്ന് ഒരു വേരിയബിളിൻ്റെ വില നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഈക്വേഷൻ തിരഞ്ഞെടുക്കുക. അതായത് ഈ ഈക്വേഷൻ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ, ഇതാണ് ഈക്വേഷൻ. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ, അത് തിരഞ്ഞെടുത്തു. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ. മറ്റത് രണ്ടും കൂടെ ആവശ്യമില്ല, ഇത് തിരഞ്ഞെടുത്തു. ഇതിന്ന് എങ്ങനെ കാണാം? എ സ്റ്റാർ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താണ്? ഇത് നമുക്കറിയാം, അവിടെ തന്നിട്ടുണ്ട്. എ സ്റ്റാർ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എനെ ബി കൊണ്ട് ഗുണിക്കുക, 4 കൊണ്ടായിരിക്കുക. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എനെ ബി കൊണ്ട് ഗുണിക്കുക, 4 കൊണ്ടായിരിക്കുക. അപ്പോൾ എ സ്റ്റാർ ഇ എന്തായിരിക്കും? ആദ്യത്തെ അംഗത്തെ ഇ കൊണ്ട് ഗുണിക്കുക, എ ഇൻറ്റു ഇ ബൈ 4 കണ്ടോ, ഇംപ്ലൈസ് എ ഇ ബൈ 4. ഇതാണെന്ത്? എ സ്റ്റാർ ഇ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതവിടെ എഴുതി. ഈക്വൽ ടു ഈക്വൽ ടു എയും എഴുതി. മനസ്സിലായി? അപ്പോൾ ഈ ഈക്വേഷൻ എന്തായി? ഈ ഈക്വേഷനായി മാറി. മനസ്സിലായോ? മാറി. ഇനി എന്താ ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എ ഇ ഈക്വൽ ടു 4a ഡിവൈഡഡ് ബൈ 4 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 4 ആവും. എ ഈക്വൽ ടു 4a. ഇവിടെ നിന്ന് വേണമെങ്കിൽ നേരിട്ട് ഉത്തരത്തിലേക്ക് വരാം. ഇവിടെ നിന്ന് എ ഇ ഈക്വൽ ടു 4a എന്നുള്ള സ്ഥാനത്ത് തന്നെ നേരിട്ട് ഉത്തരത്തിലേക്ക് വരാൻ തത്. എ ഇ ഈക്വൽ ടു 4a. എ ഇ ഈക്വൽ ടു 4a ആണെങ്കിൽ ഇംപ്ലൈസ് ഇ ഈക്വൽ ടു ഇ എന്തായിരിക്കും? എനെ അവിടെ കൊണ്ടുപോകാം. 4a ബൈ ഐ, 4a ബൈ എ. 4aനെ എ കൊണ്ടായിരിക്കണം. ഈ എനെ കൊണ്ട് വരുമ്പോൾ ഹരിക്കണം എന്നാവില്ലേ? 4a ബൈ എയും വെട്ടിപ്പോയി ഈക്വൽ ടു 4 വരും. അപ്പോൾ അങ്ങനെ ഒരു രീതിയുണ്ട് ഉത്തരത്തിന്. പക്ഷെ അതിന് കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ ചെറിയ ക്ലാസ്സുകളിൽ ആ പ്രശ്നം വലിയ പ്രശ്നമല്ല. എന്നാലും ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ കിട്ടും. ഈ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? ഇൻവേഴ്സ് കിട്ടി. അല്ല, എന്താ, ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇൻവേഴ്സ് അല്ല, ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടി. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടാൻ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാം ഇംപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ 4aനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. 4aനെ ഇങ്ങോട്ട് കൊടുന്നു, ഇവിടെ നിന്ന് ഇവിടേക്ക് കൊടുന്നു 4aനെ. അപ്പോൾ എ ഇ മൈനസ് 4a കിട്ടും. അപ്പോൾ ഇവിടെ 4a പോയി കഴിഞ്ഞാൽ ഇവിടെ 0 വരും. അപ്പോൾ ഇങ്ങനെ കൊടുക്കും. മനസ്സിലായി? എന്നിട്ട് എ ഇതിലും കോമൺ ആണ് എ. ആ കോമൺ ആയിട്ടുള്ള എ പുറത്തെടുത്തു. അപ്പോൾ കണ്ടോ, എ പുറത്തെടുത്താൽ എന്ത് വരും? എ ഇൻറ്റു ഇ മൈനസ് 4 എന്ന് വരും. എ ഇ മൈനസ് 4a എന്ന് പറഞ്ഞാൽ എ പുറത്തെടുത്താൽ ഇവിടെ ഇ ബാക്കി ഉണ്ടാവും, ഇവിടെ 4 ബാക്കി ഉണ്ടാവും. അപ്പോൾ എ ഇൻറ്റു ഇ മൈനസ് 4 ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വരാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ വരാം? എ ഇൻറ്റു ഇ മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം. എ 0 ആയാലും ഒരു 0ത്തെ ഇവിടെ കാണിക്കാം. 0 ഇൻറ്റു 5 സമം 0. അങ്ങനെ വരാമോ? അപ്പോൾ എ 0 ആകാം. എ 0 ആയാലും 0 കിട്ടും. 0 കിട്ടണം. അതല്ലെങ്കിൽ 4 ഇൻറ്റു 0 സമം 0. ഇ മൈനസ് 4 0 ആയാലും 0 ആകാം. അപ്പം നമുക്ക് ഈയുടെ വരെയാണല്ലോ അറിയേണ്ടത്. അപ്പം നമ്മൾ ഈ ഇത് എടുത്തു. ഇ മൈനസ് 4 0 ആകണമല്ലോ. ഒന്നിൽ എ 0 ആകണം, അല്ലെങ്കിൽ ഇ മൈനസ് 4 0. അപ്പോൾ ഇതിന് രണ്ട് സാധ്യത ഉണ്ട്. എ 0 ആകണം, ഇ മൈനസ് 4 0 ആകണം. രണ്ട് സാധ്യത ഉണ്ട്. എ 0 ആണ് ഓർ ഇ മൈനസ് 4 0. നമുക്ക് ഈയുടെ വില അറിയാവുന്നതുകൊണ്ട് ഇ മൈനസ് 4 0 എന്നുള്ള വില നമ്മളെടുത്തു. ഇ മൈനസ് 4 0 ആണെങ്കിൽ ഇ എന്തായിരിക്കും? ഇ മൈനസ് 4നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +4 ആവും. ഇ ഈക്വൽ ടു +4. അപ്പോൾ അങ്ങനെയും ഉത്തരത്തിൽ എത്താമെന്നർത്ഥം. അപ്പോൾ ഇതിനർത്ഥം എ ഈക്വൽ ടു 0 ഓർ ഇ മൈനസ് 4 ഈക്വൽ ടു 0 ആണ് ഇതിനർത്ഥം.
ഒന്നുകിൽ എ 0 ആകും അല്ലെങ്കിൽ ഇ മൈനസ് 4 0 ആകും. അപ്പോൾ ഇത് 0, അപ്പോൾ എ 0 ഓർ ഇ മൈനസ് 4 0. ഇ മൈനസ് 4 0 ആണെങ്കിൽ ഇ ഈക്വൽ ടു 4. അവൻ ഉത്തരത്ത് ഇത് ഇവിടെയും ചെയ്യാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പറും ആകാലോ. ഏത് റിയൽ നമ്പറും ആവാം, അല്ല റിയൽ നമ്പർ അല്ല, ഏത് റാഷണൽ നമ്പറും ആകാം. എ എന്ന് പറഞ്ഞാൽ ഏത് റാഷണൽ നമ്പറും ആവാം എ. അപ്പോൾ ഈ റാഷണൽ നമ്പറിലാണ് ക്യൂ എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ അല്ലേ. അപ്പോൾ ഏത് റാഷണൽ നമ്പറും ആവാം എ. അത് പറഞ്ഞിട്ടുണ്ട്, എ ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തതിൽ. എ ബിലോങ്സ് ടു എ വേണം, ഇ ബിലോങ്സ് ടു എ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും എയിലാകാണ്. എ ബിലോങ്സ് ടു എ ആകുമ്പോൾ എ 0 സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇത് ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു വിഷമതാണ്. ഈ 4a/a വരും, മനസ്സിലായി. അപ്പോൾ 0 ഡിനോമിനേറ്റർ വന്നാൽ അത് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് ഈ വഴി ചെയ്യാതിരിക്കുക നല്ലതെന്ന് പറയുന്നത്. ഈ വഴിയായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഈ വഴി നമ്മൾ ചെയ്തതെന്നർത്ഥം. കുഴപ്പമില്ല, ചെറിയ ക്ലാസ്സുകളിൽ ഇങ്ങനെ ചെയ്താലും വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നില്ല എനിക്ക്. ഏതായാലും ഈ രീതിയിൽ ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ e⁴. അപ്പോൾ എന്താണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് 4. ഈ ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. കാരണം പറഞ്ഞിട്ടുണ്ട് ആൻ എലമെൻറ്റ് E ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് ദ ഐഡൻറ്റിറ്റി ഫോർ ഓപ്പറേഷൻ സ്റ്റാർ. മനസ്സിലായോ? ഐഡൻറ്റിറ്റി എലമെൻറ്റ് 4 ആണെന്നർത്ഥം. അപ്പോൾ അത് തെളിഞ്ഞു. ഇനി അടുത്തത് രണ്ടാമത്തെ കണക്ക്. രണ്ടാമത്തെ എന്താ? ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എലമെൻറ്റ് എ അണ്ടർ സ്റ്റാർ ഓൺ ക്യൂ. ഫൈൻഡ് ദ ഇൻവേഴ്സ് കാണണം ഓഫ് ദ എലമെൻറ്റ് എ. എയുടെ ഇൻവേഴ്സ് കാണണം അണ്ടർ സ്റ്റാർ ഓൺ ക്യൂ. സ്റ്റാറിൻ്റെ ക്യൂ എന്നുള്ള സെറ്റിലുള്ള സ്റ്റാർ എന്നുള്ള ഓപ്പറേഷനിൽ എ എന്നുള്ള എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് കാണണം. ഒന്നുകൂടെ പറയാം, ക്യൂ എന്നുള്ള സെറ്റിൽ സ്റ്റാർ എന്ന ഓപ്പറേഷനിൽ എ എന്നുള്ള എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് കാണണം എന്നർത്ഥം. അപ്പോൾ ഇൻവേഴ്സ് കാണുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, അവസാനത്തെ നിയമമാണ്. ഗിവൺ ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ് എ എന്നുള്ള സെറ്റിൽ ഇവിടെ ക്യൂ എന്നുള്ള സെറ്റാണ്, എയുടെ സ്ഥാനത്ത് ക്യൂ ആണ് വരുന്നത്. ഇവിടെ വിത്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ എന്നുള്ളതിൽ വേണം, ഇ എന്നുള്ള സെറ്റ് വേണം, എന്നാലേ ഇൻവേഴ്സ് കണ്ടെത്താൻ പറ്റും. ഇൻവേഴ്സ് ഡിഫൈൻഡ് ആണെങ്കിൽ ഇ വേണം. ആൻ എലമെൻറ്റ് എ ബിലോങ്സ് ടു എ ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയും എനെ. എങ്ങനെയാണെങ്കിൽ ബി ഉണ്ടെങ്കിൽ, ബി എന്നുള്ള എലമെൻ്റ് ഉണ്ട്, എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി സ്റ്റാർ എ ആയ, ഇതാണ് നിബന്ധന. അപ്പം ഇതാണെങ്കിൽ ബീനെ എയുടെ ഇൻവേഴ്സ് എന്ന് പറയാം. ബീനെ എയുടെ ഇൻവേഴ്സ് എന്ന് പറയാം. ഇത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നിബന്ധന എന്നർത്ഥം, ഇൻവേഴ്സ് ആവണമെങ്കിൽ. അപ്പോൾ ആ നിബന്ധന അവിടെ എഴുതി, എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി സ്റ്റാർ എ എന്നുള്ള നിബന്ധന എടുത്തെഴുതി. നാലാമത്തെ പ്രോപ്പർട്ടി എന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ എ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയും, ബീനെ ഇൻവേഴ്സ് എന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതിവിടെ എടുത്തെഴുതിയതാണോ എന്ന് നോക്കുക. ഇനി എന്താണ് ഈക്വേഷനിൽ? ഇത് രണ്ട് ഈക്വേഷൻ ഇതിൽ, ഒരു ഈക്വേഷൻ ഇവിടെയുണ്ട്, ഒരു ഈക്വേഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ഒരു ഈക്വേഷൻ മതി നമുക്ക്. ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡുള്ള ഒരു ഈക്വേഷൻ നമുക്ക് ബി ആണ് കണ്ടെത്തേണ്ടത്. കാരണം ഇൻവേഴ്സ് എപ്പോഴും ബി ആണ്. ഇൻവേഴ്സാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇൻവേഴ്സ് അതാണ് കാണാൻ പറഞ്ഞത്, ബി ആണ്. അപ്പോൾ ബി കണ്ടെത്താൻ ബി ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഈക്വേഷൻ എടുക്കുക. എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ എടുത്തു. ഈ അടിവരെ ഇട്ടിരിക്കുന്ന ഈ ഈക്വേഷൻ എടുത്തു. എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ബി ഇംപ്ലൈസ്. അപ്പോൾ എന്താണ് എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ബൈ 4 ഈ നിബന്ധന പ്രകാരം. അപ്പോൾ എ സ്റ്റാർ ബിയുടെ സ്ഥാനത്ത് എ ബി ബൈ 4 എഴുതി. അപ്പോൾ എ ബി ബൈ 4 ഈക്വൽ ടു ഇ എന്ന് കിട്ടുമല്ലോ. കിട്ടി. അത് ഇംപ്ലൈ ചെയ്യുന്നു എന്താണ്? ഈ 4നെ അവിടെ കൊണ്ടുപോവുക. അപ്പോൾ എ ബി ഈക്വൽ ടു 4e. ഇത് 4 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഗുണിക്കണം എന്നാവും. എ ബി ഈക്വൽ ടു 4e കിട്ടും. അത് ഇംപ്ലൈ ചെയ്യുന്നു എന്ത്? ബി എന്ത് കാണും? ബി ഈക്വൽ ടു 4e. 4e ബൈ എ. ഈ ഏനെ അവിടെ കൊണ്ടുപോകണം. ബി ഇവിടെ നിർത്താൻ വെച്ചാൽ ഏനെ ഉണ്ട്. ഇപ്പോൾ ഗുണിക്കുന്നിടത്തുനിന്ന് ഏനെ കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നാവും. അപ്പോൾ 4e ബൈ എ. 4e ബൈ എ ആണ് ബി കിട്ടുക. അപ്പോൾ 4e ബൈ എ ആണ്. അപ്പോൾ
the inverse of the inverse of a യുടെ ഇൻവേഴ്സ് ഓഫ് എ അണ്ടർ സ്റ്റാർ അത് ബി ആണ്. ബി ഈക്വൽ ടു എന്താണ്? 4e/a ആണ്. ഈ നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് ഇ 4 ആണത്. ഇ ഈക്വൽ ടു 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4e എന്ന് പറയുമ്പോൾ എന്താവും? 4 × 4 വരും. 4 × 4 ഈയുടെ സ്ഥാനത്ത് 4 കൊടുക്കുക. ഇവിടെ 4 കിട്ടിയത് കൊടുക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 4 × 4 വരും. അപ്പോൾ 16/a. ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എ പൂജ്യം ആകരുതെന്ന് പറയണം. കാരണം ഡിനോമിനേറ്ററിൽ ഒരിക്കലും എ 0 ആവാൻ പാടില്ല. അപ്പോൾ അത് അതിൻ്റെ കൂടെ എഴുതി 16/a എന്ന് എഴുതി 16/a എന്ന് എഴുതിയിട്ട് കോമ ഇട്ടിട്ട് a ≠ 0 എന്ന് എഴുതി. അപ്പോൾ ഇൻവേഴ്സ് 16/a ആണ്. ഈ എയുടെ ഇൻവേഴ്സ് 16/a ആണ്. അതാണ് അതിൻ്റെ കാര്യം. ഇനി മൂന്നാമത്തെ കണക്ക്. ഷോ ദാറ്റ് a സ്റ്റാർ b സ്റ്റാർ c ഈക്വൽ ടു a സ്റ്റാർ b സ്റ്റാർ c ഫോർ ആൾ a b c ബിലോങ് ടു q. ക്യൂവിലുള്ള എക്കും ബിക്കും സിക്കും ഈ നിബന്ധന ബാധകമാണ്. അസോസിയേറ്റീവ് ആണെന്ന് പറയാതിന് വേറൊരു ടെക്നിക്കാണ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ മതി. ഷോ ദാറ്റ് ദിസ് ഈസ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ മതി. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ മതി. അതിന് പകരം പറഞ്ഞിരിക്കുകയാണ് a സ്റ്റാർ b സ്റ്റാർ c ഈക്വൽ ടു a സ്റ്റാർ b സ്റ്റാർ c. ഇത് അസോസിയേറ്റീവിൻ്റെ നിയമം ഇതാണല്ലോ. അസോസിയേറ്റീവ് ആണെങ്കിൽ ഇതാണ് നിബന്ധന. അപ്പോൾ അതാണ് ടെക്നിക്ക്. അപ്പോൾ അത് കണ്ടെത്താം. അപ്പോൾ എന്താ പറയേണ്ടത്? ആ നിബന്ധന ഇവിടെ എഴുതി a സ്റ്റാർ b സ്റ്റാർ c എന്ന് പറഞ്ഞാൽ എന്താണ്? a സ്റ്റാർ b എന്താണ്? a സ്റ്റാർ b ക്രിയേറ്റ് ചെയ്തു. ഇതാ ഇത് വെച്ച് ab/4. അപ്പോൾ എന്ത് കിട്ടും? a സ്റ്റാർ b എന്ന് പറഞ്ഞാൽ ab/4 സ്റ്റാർ c അത് അതേപോലെ കിട്ടും സ്റ്റാർ c. അപ്പോൾ ഈ a സ്റ്റാർ ബിയുടെ സ്ഥാനത്ത് ab/4 എഴുതി സ്റ്റാർ c. ഇങ്ങനെ വന്നാൽ നിബന്ധന എന്താണ്? ഈ ഓപ്പറേഷൻ എന്താണ്? രണ്ടും തമ്മിൽ ഗുണിക്കുക. രണ്ട് സംഖ്യകൾ കിട്ടി, രണ്ടും തമ്മിൽ ഗുണിച്ച് 4 കൊണ്ട് വെച്ചു. അപ്പോൾ ഇത് വരുമ്പോൾ എന്താണ്? ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം, എന്നിട്ട് 4 കൊണ്ട് വയ്ക്കണം. അതാണല്ലോ നിബന്ധന. എയുടെ സ്ഥാനത്ത് ab/4 ഉണ്ട്. എയുടെ സ്ഥാനത്താണ് ഇരിക്കുന്നത് ab/4. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് സി ഉണ്ട്. അപ്പോൾ ab/4ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? ab/4 ഡോട്ട് ഇൻറ്റു c/4 ഇങ്ങനെ വരും. ഇനി അടുത്തത്, അതായത് ഈ 4 ഇവിടെ എ ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറേറ്ററിലാണ് ഗുണിക്കേണ്ടത്. സി ഉണ്ട്. അപ്പോൾ ABC വരും. ബൈ 4 4 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഗുണിക്കുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ABC/4 എന്ന് പറഞ്ഞാൽ ABC/16 ആവും. അപ്പോൾ ഇതാണ് a സ്റ്റാർ b സ്റ്റാർ c എന്നുള്ളതിൻ്റെ ഉത്തരം. പോരാ, ഇനി മറ്റേ ഉത്തരമാണല്ലോ. a സ്റ്റാർ b സ്റ്റാർ c ചെയ്യണമല്ലോ. അതാണല്ലോ പറഞ്ഞത്. ഇത് തെളിയിക്കാനാണല്ലോ പറഞ്ഞത്. a സ്റ്റാർ b സ്റ്റാർ c. അപ്പോൾ a സ്റ്റാർ അവിടെ എഴുതുക, b സ്റ്റാർ c ആദ്യം ചെയ്യാം. a സ്റ്റാർ അതേമാതിരി എഴുതി b സ്റ്റാർ c എന്ന് പറഞ്ഞാൽ രണ്ട് ഇതുകൊണ്ട് ഗുണിച്ചിട്ട് 4 കൊണ്ട് ഹരിക്കണം bc/4. അപ്പോൾ ഈ രണ്ട് ടേം ആകുമ്പോൾ എന്ത് വരും? ഇതിനെ തമ്മിൽ ഗുണിക്കണം. a സ്റ്റാർ bc/4/4 ആണല്ലോ ടെക്നിക്ക്. അപ്പോൾ രണ്ട് ടേമിൽ തമ്മിൽ ഗുണിച്ച് 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇത് രണ്ടാമത്തെ ടേം bc/4 അങ്ങനെ ഗുണിച്ചു. അതിൻ്റെ ഉത്തരം എന്ത് കിട്ടും? എനെ ന്യൂമറേറ്റർ ഗുണിക്കണം abc/4 × 4 60. ഈ ഡിനോമിനേറ്ററിൽ ഗുണിക്കുക ചെയ്യേണ്ടത് 4 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഗുണിക്കുക ചെയ്യേണ്ടത് ഈ 4നെ ഈ 4 കൊണ്ട് ഗുണിക്കണം. ഈ 4നെ ഈ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 16 ഉണ്ട്. അപ്പോൾ ABC/60. അപ്പോൾ അതായത് എന്ത് കിട്ടി? a സ്റ്റാർ b സ്റ്റാർ c ചെയ്തപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്? ABC/16 കിട്ടി. a സ്റ്റാർ b സ്റ്റാർ c ചെയ്തപ്പോഴും ABC/16 കിട്ടി. അപ്പോൾ രണ്ട് തുല്യമാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ എഴുതി എന്ത്? a സ്റ്റാർ b സ്റ്റാർ c ഈക്വൽ ടു a സ്റ്റാർ b സ്റ്റാർ c. നമുക്ക് ബൈനറി ഓപ്പറേഷൻസിലെ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലം ഈ ബൈനറി ഓപ്പറേഷൻ്റെ മറ്റേ പ്രോപ്പർട്ടീസൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് അവിടെ തന്നെ ഉണ്ട്. പ്രോബ്ലം അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രോബ്ലം ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ പ്രോബ്ലം വായിക്കാം. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ. എന്നിലാണ് ഓൺ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിലാണ് ഈ ബൈനറി ഓപ്പറേഷൻ ഉള്ളത്. സ്റ്റാർ എന്നുള്ള പേരുണ്ട്. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ എൻ.
എപ്പോൾ വായിക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഏത് സെറ്റിലാണെന്ന് നോക്കണം. എന്നിലാണ് നാച്ചുറൽ നമ്പർ 1, 2, 3 എന്നുള്ള നാച്ചുറൽ നമ്പറിലാണ് ഈ ബൈനറി ഓപ്പറേഷൻ. ഗിവൺ ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു LCM ഓഫ് എ ആൻഡ് ബി. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ഡി ബി ഡി LCM ആണെന്നർത്ഥം. എയുടെയും ബിയുടെയും LCM കണ്ടാൽ അതാണ് എ സ്റ്റാർ ബി. നമുക്ക് വിശദീകരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ LCM കാണല്ല, എ ഡിയും ബിയുടെയും LCM കാണണം. ഫൈൻഡ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 5 സ്റ്റാർ 7 കാണുക. 5 സ്റ്റാർ 7 എന്ന് പറഞ്ഞാൽ 5D 7D LCM കാണണം. അടുത്ത ക്വസ്റ്റ്യൻ 20 സ്റ്റാർ 60, 20D 60D LCM കാണണം. അതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ്, ഈ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പരിശോധിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ഥലപരിമിതി ഉണ്ടായതുകൊണ്ട് ഒതുക്കി എഴുതിയിരിക്കുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ സ്റ്റാർ അസോസിയേറ്റീവ്, സ്റ്റാർ എന്നുള്ള ഈ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണോ. നാലാമത്തത് ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് സ്റ്റാർ, സ്റ്റാറിലെ ഐഡൻറ്റിറ്റി കാണണം. ഇൻ എൻ, എന്നിലുള്ള സ്റ്റാറിൻ്റെ ഐഡൻറ്റിറ്റി കാണണം. എന്നുള്ള സെറ്റിലുള്ള സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി കാണണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് എലമെൻ്റ് ഓഫ് എൻ, എന്നിലുള്ള ഏത് എലമെൻ്റാണ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ളത്, ഏതെല്ലാം എലമെൻറ്റുകളാണ്. വിച്ച് എലമെൻറ്റ്സ് ഓഫ് എൻ, ഏതെല്ലാം എലമെൻറ്റ്സ് ഉണ്ട് എന്നിൽ ഇൻവേർട്ടിബിൾ ആയിട്ട് ഫോർ ദ ഓപ്പറേഷൻ സ്റ്റാർ, ഈ ഓപ്പറേഷൻ സ്റ്റാറിൽ ഏതൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ പരിഗണിക്കാം. സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ എഴുതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 5 സ്റ്റാർ 7 കാണണം. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? LCM ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പോൾ 5 സ്റ്റാർ 7 എന്തായിരിക്കും? 5 സ്റ്റാർ 7 ഈക്വൽ ടു LCM ഓഫ് 5 × 7, അല്ല 5 7, LCM ഓഫ് 5 7, അതിങ്ങനെ എഴുതാം. LCM ഓഫ് ബ്രാക്കറ്റ് ഇടാം, 5, 7 എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് ഡെഫിനിഷൻ തന്നെ ഉണ്ട്. സ്റ്റാർ എ ബി, ഇവിടെ ഓപ്പറേഷൻ LCM ആണ്, LCM കാണുന്നത്. അപ്പോൾ അത് പഠിച്ചതിനാൽ LCM ഓഫ് എ ആൻഡ് ബി എന്ന് പറയാലോ, പറഞ്ഞൂടെ? അപ്പോൾ LCM ഓഫ് എ ആൻഡ് ബി, അപ്പോൾ LCM ഓഫ് എ 5ൻ്റെ 7ൻ്റെ LCM, 5ൻ്റെ 7ൻ്റെ LCM എന്ന് പറഞ്ഞാൽ LCM എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഓർക്കാൻ വേണ്ടി ഒന്ന് സൂചിപ്പിക്കാം. LCM എന്നുള്ളത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അതായത് 2 സംഖ്യകളുടെ LCM കാണുക വെച്ചാൽ 2 സംഖ്യകളും ഹരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നർത്ഥം. ഈ 5ഉം 7ഉം ഹരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതാണ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം. അതാണ് കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം. 5ഉം ഹരിച്ചു പോകുന്നു, 7ഉം ഹരിച്ചു പോകുന്നു. 5ഉം 7ഉം ഹരിച്ചു പോകുന്ന കുറേ സംഖ്യകളുണ്ട്, പക്ഷെ 5ഉം 7ഉം ഹരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കണം. മനസ്സിലായോ? 5ഉം 7ഉം പൊതുവിൽ ഹരിച്ചു പോകുന്ന ധാരാളം സംഖ്യകളുണ്ടാവാം, പക്ഷെ ഏത് സംഖ്യയിലാണ് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അത് കണ്ടെത്താനുള്ള മാർഗം എന്താ? 5ൻ്റെ 7ൻ്റെ LCM 5ഉം 7ഉം പൊതുവിൽ കോമൺ ഫാക്ടർ ഒന്നുമില്ല 5ൻ്റെ 7. അപ്പോൾ 5ഉം 7ഉം കൂടിച്ചാൽ അത് 35 തന്നെ ആയിരിക്കും. ഏറ്റവും ചെറിയ സംഖ്യ 35 ആയിരിക്കും. ഏറ്റവും ചെറിയ സംഖ്യ 35 ആയിരിക്കും. പിന്നെ വേറെ ഉണ്ട് LCM, അല്ല പിന്നെ കോമൺ മൾട്ടിപ്പിൾ ഉണ്ട് 70. 5 7 ഹരിച്ചു, അത് 35ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുക. ഏറ്റവും 5 7 ഹരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ 35 ആയിരിക്കും. അപ്പോൾ അത് എഴുതി LCM ഓഫ് 5 7 ഈക്വൽ ടു 35 എന്ന് എഴുതി. അപ്പോൾ 5 സ്റ്റാർ 7 കഴിഞ്ഞു. ഇനി അടുത്തത് 20 സ്റ്റാർ 60. 20 സ്റ്റാർ 16 എഴുതി ഈക്വൽ ടു LCM ഓഫ് 20 സ്റ്റാർ 60 എഴുതി. എങ്ങനെ LCM ഓഫ് 20 16 എങ്ങനെ കാണും? കോമൺ ഫാക്ടർ കൊണ്ട് ഹരിച്ചു. 20ലും 16ലും പോകുന്ന ഒരു സംഖ്യ 2 ഹരിച്ചു, 10 കിട്ടി. ഇവിടെ 8 കിട്ടി. വീണ്ടും ഹരിച്ചു, കോമൺ ഫാക്ടർ കൊണ്ട് 2 ഹരിച്ചപ്പോൾ 5 കിട്ടി, 4 കിട്ടി. ഇനി കോമൺ ഫാക്ടർ ഇല്ല, അവിടെ നിർത്തി.
ഇനി എൽ സി എം കാണാം. ഈ സംഖ്യകളെ തമ്മിലാണ് ഗുണിക്കേണ്ടത്. എൽ സി എം എന്ന് പറഞ്ഞാൽ 2 × 2 × 5 × 4, 2 × 2 × 5 × 4. എൽ സി എം ഈക്വൽ ടു 2 × 2 × 5 × 4 ഈക്വൽ ടു 4 80 ആയിട്ട് 2 × 2 × 5 × 4 80. ആ 80 എടുത്ത്. അപ്പം അതും കഴിഞ്ഞു. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ്? ഈ സ്റ്റാർ എന്ന് പറഞ്ഞ ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പരിശോധിക്കണം. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ എന്ത് വേണം? എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആവണം. അപ്പോഴാണ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ അതുകൂടെ എടുത്തേ. എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആവണം. അപ്പോൾ എ സ്റ്റാർ ബി കാണാൻ എ സ്റ്റാർ ബി എടുത്തേ. എ സ്റ്റാർ ബി ഈക്വൽ ടു എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ സി എം ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പോൾ അത് എഴുതി. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എൽ സി എം ഓഫ് എ ആൻഡ് ബി ആണ്. 5ന്റെ 7ന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ 7ന്റെ 5ന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയല്ലേ വരിക. അതേപോലെ 20ന്റെയും 16ന്റെയും എൽ സി എം എന്ന് പറഞ്ഞാലും 16ന്റെയും 20ന്റെയും എൽ സി എം എന്ന് പറഞ്ഞാലും ഒരേ കാര്യമല്ലേ വരിക. അപ്പോൾ അത് പറഞ്ഞു. അതായത് എൽ സി എം ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു എൽ സി എം ഓഫ് ബി ആൻഡ് എ, അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ അതിനാൽ ബി ആൻഡ് എ എന്ന് പറഞ്ഞാൽ ബി സ്റ്റാർ എ ആണ്. എൽ സി എം ഓഫ് ബി ആൻഡ് എ എന്ന് പറഞ്ഞാൽ അതിന് പൊതുവിൽ എന്ത് പറയാം? ബി സ്റ്റാർ എ ആണ്. മനസ്സിലായോ? അതായത് എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാലും ബി സ്റ്റാർ എ എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണെന്ന് അർത്ഥം. എൽ സി എം ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാലും എൽ സി എം ഓഫ് ബി ആൻഡ് എ എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ്. അതിനാൽ എ സ്റ്റാർ ബി, സിൻസ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ, രണ്ടും തുല്യമാണല്ലോ. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് ഈക്വൽ ടു ഇതാണ്, ഇത് ഈക്വൽ ടു ഇതാണ്. അപ്പോൾ അതിനർത്ഥം ഇടത്തേറ്റത്തുള്ള എ സ്റ്റാർ ബിയും വലത്തേറ്റത്തുള്ള ബി സ്റ്റാർ എയും ഈക്വൽ ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ സിൻസ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. മനസ്സിലായോ? അപ്പോൾ ആ പ്രോബ്ലം കഴിഞ്ഞു. അടുത്ത പ്രോബ്ലം മൂന്നാമത്തത്, ഈസ് സ്റ്റാർ അസോസിയേറ്റീവ്? സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണോ? അസോസിയേറ്റീവ് ആണെങ്കിൽ എന്ത് വേണം? ഇത് പാലിക്കണം. എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി, ഇത് പാലിക്കണം. അപ്പം ഇത് ഇവിടെ എടുത്തെഴുതി. ഇത് മൊത്തം എടുത്തെഴുതുന്നില്ല, സ്ഥലപരിമിതി കൊണ്ട്. ഇതിൽ ആദ്യത്തെ ഭാഗം എടുത്തെഴുതി. എ സ്റ്റാർ ബി സ്റ്റാർ സി. എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്റ്റാർ ബി എന്താണ്? ഈ പ്രത്യേക നിബന്ധന പ്രകാരം ഈ സ്റ്റാറിൽ എന്താണ്? സ്റ്റാർ എന്ന് പറഞ്ഞാൽ എൽ സി എം ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പോൾ എ സ്റ്റാർ ബി എന്തായിരിക്കും? അപ്പോൾ ആ സ്ഥാനത്ത് അത് എഴുതി. അതായത് എൽ സി എം ഓഫ് എ ആൻഡ് ബി, അതാണല്ലോ എ സ്റ്റാർ ബി. അപ്പോൾ അത് എഴുതി. സ്റ്റാർ സി, സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ എൽ സി എം ഓഫ് എ ആൻഡ് ബി സ്റ്റാർ സി. എൽ സി എം ഓഫ് എ ആൻഡ് ബി നമ്മൾ വിചാരിക്കാം, എൽ സി എം കണ്ടു വിചാരിക്കാം. ഇതാ 5, 7 3 സാധനങ്ങൾ വന്നു. അതായത് എൽ സി എം ഓഫ് എ ആൻഡ് ബി കണ്ടു, നമുക്ക് 35 കിട്ടി വിചാരിക്കാം. 5 × 7 35 കിട്ടി. അതാണ് എൽ സി എം ഓഫ് എ ആൻഡ് ബി. എ 5, ബി 7. അപ്പോൾ എൽ സി എം ഓഫ് എ ആൻഡ് ബി 37 കിട്ടി വിചാരിക്കാം. അപ്പോൾ 35ന്റെ പിന്നെ വേറൊരു സംഖ്യ പറഞ്ഞു, അതിൻ്റെ എൽ സി എം കാണണം. സിയുടെ സി ഒരു 15 എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് 35 കിട്ടി, എന്നിട്ട് 15ന്റെ. അപ്പോൾ ഈ 35ന്റെ 15ന്റെ എൽ സി എം കാണാം. അതല്ല ഇവിടെ അർത്ഥം. ഇവിടെ ഒരു എൽ സി എം കിട്ടി, എൽ സി എം കിട്ടി. ഇതിൻ്റെ എൽ സി എം കാണണം. ഇതിൻ്റെ എൽ സി എം 35 ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതാ ഇവിടെ 35 കിട്ടി. നമ്മൾ ഉദാഹരണം പറയണം, ഒരു ഉദാഹരണം കൊടുക്കുക. 35 കിട്ടി. എന്നിട്ട് ഇതിൻ്റെയും കാണണം. സി 15 വിചാരിക്കാം. അപ്പോൾ 35ന്റെ 15ന്റെ എൽ സി എം കാണും. കോമൺ ഫാക്ടർ 35 15 7. കോമൺ ഫാക്ടർ 5 കൊണ്ട് ഹരിച്ചു. ഇവിടെ 7 കിട്ടി. 7 × 35. 15ന് 3 കിട്ടി. അപ്പോൾ 5 × 7 × 3 എൽ സി എം ഓഫ് 5 × 7 × 3 എന്ന് പറഞ്ഞാൽ 105 കിട്ടുക. 35ന്റെ 15ന്റെ എൽ സി എം 105 വരും. അത് കിട്ടി. അത് തന്നെയല്ലേ എന്ത്? എയുടെയും ബിയുടെയും സിയുടെ എൽ സി എന്ന് പറഞ്ഞാൽ നോക്കൂ. എയും ബിയും സിയും 5, 7 എയും ബിയും. സി 15 നോക്കൂ.
5, 7, 15 കോമൺ ഫാക്ടർ കൊടുത്തു 1, 7 ഈ 7 ഇറക്കിയത് അതേമാതിരി 5-ൽ 5 ഒരു തവണ പോകും 7-ൽ പോകില്ല അപ്പോൾ 7 അതേമാതിരി ഇറക്കിട്ടു ആ ക്രിയ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത് 15-ൽ 3 ആവണം അപ്പോൾ എൽ സി എന്തായിരിക്കും 5 × 1 × 7 × 3 5 × 1 × 7 × 3 105 തന്നെ അപ്പോൾ രണ്ട് രീതി ചെയ്താലും ഉത്തരം ഒന്ന് തന്നെയാണ് അതാണ് പറഞ്ഞത് എൽ സി എം ഓഫ് എ എൻ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞ അർത്ഥം എൽ സി എം ഓഫ് എ ബി സി ആണ് മനസ്സിലായോ അത് അപ്പം എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എൽ സി എം ഓഫ് എ ബി സി ആണ് ഇനി അടുത്തത് എ സ്റ്റാർ ബി സ്റ്റാർ സി കാണും എ സ്റ്റാർ ബി സ്റ്റാർ സി എന്നുകൊണ്ട് എഴുതി എ സ്റ്റാർ അതേപോലെ എഴുതി ബി സ്റ്റാർ സി ലഘൂകരിച്ചു ബി സ്റ്റാർ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എൽ സി എം ഓഫ് ബി ആൻഡ് സി വരും അപ്പോൾ എൽ സി എം ഓഫ് ബി ആൻഡ് സിയും എ ഡി എൽ സി എം ആണ് ഇതിൻ്റെ രണ്ടിൻ്റെ എൽ സി എം ആണ് ഇതിൻ്റെ രണ്ടിൻ്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ മറ്റേ ഇത് ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ എൽ സി എം ഓഫ് എ ബി സി ആയിരിക്കും മനസ്സിലായോ ഇതേ കാരണം കൊണ്ട് തന്നെ ഓൾ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ എൽ സി എം ഓഫ് എ ബി സി ആയിരിക്കും അപ്പോൾ എന്ത് കിട്ടി ഇവിടെ എൽ സി എം ഓഫ് എ ബി സി കിട്ടി എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എൽ സി എം ഓഫ് എ ബി സി കിട്ടി എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാലും എൽ സി എം ഓഫ് എ ബി സി കിട്ടി അപ്പോൾ രണ്ട് ഈക്വലാണ് അതായത് സിൻസ് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി രണ്ടും ഈക്വൽ ആണല്ലോ ദർഫോർ സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് സ്റ്റാർ അസോസിയേറ്റീവ് ആണെന്ന് തെളിയിക്കാൻ പറ്റി നമുക്ക് അതേ ഉള്ളൂ പ്രോബ്ലം അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഏത് പ്രോബ്ലം ഈ നിയമം വഴി ചെയ്യാമെന്നർത്ഥം നാലാമത്തെ പ്രോബ്ലം ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് സ്റ്റാർ ഇൻ എൻ എന്നുള്ള സെറ്റിലാണ് എടുത്തിരിക്കുന്നത് എണ്ണൽ സംഖ്യയുള്ള സെറ്റിലാണ് എടുത്തിരിക്കുന്നത് അതിലെ എന്നുള്ള സെറ്റിലെ സ്റ്റാറിൻ്റെ ഐഡൻറ്റിറ്റി കാണും ഈ ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി കാണും നോക്കൂ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഐഡൻറ്റിറ്റിയാണ് കാണേണ്ടത് ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് സ്റ്റാർ ഇൻ എൻ എന്നിലുള്ളത് നോക്കൂ ഐഡൻറ്റിറ്റി കാണാനുള്ള രീതി എന്താ നോക്കൂ ആൻ എലമെന്റ് ഇ ബിലോങ്സ് ടു എ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് ദ ഐഡൻറ്റിറ്റി അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കീ ആണ് എവിടെ ഉള്ളത് എ ഇവിടെ എ അല്ല എൻ ആണ് ഈ കണക്കിൽ എൻ ആണ് ക്യാപിറ്റൽ എൻ ആണ് ഇവിടുത്തെ സെറ്റ് എ അല്ല ക്യാപിറ്റൽ എ അല്ല സെറ്റ് അപ്പോൾ എൻ ആയിരിക്കും സെറ്റ് ഇ എന്നുള്ള എലമെന്റ് കാണുന്നതാണ് ആൻ എലമെന്റ് ഇ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അപ്പോൾ അത് ഉണ്ടോന്നാണ് നോക്കുന്നത് ഇ ഈസ് ദ ഐഡൻറ്റിറ്റി ഫോർ ദ ഓപ്പറേഷൻ സ്റ്റാർ അപ്പം ഈ ആണ് കാണേണ്ടതെന്ന് അർത്ഥം ഈ കാണാൻ എന്ത് ചെയ്യണം എന്താ നിയമം അങ്ങനെയാണെങ്കിൽ എന്ത് വേണം ഈയുടെ ബന്ധം എന്താ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഇത് മൊത്തം എടുത്ത് എഴുതി എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ എടുത്ത് എഴുതി അതിലെ ഈ ആണ് കാണേണ്ടത് അപ്പോൾ ഒരു ഈക്വേഷൻ മാത്രം എടുക്കും രണ്ട് ഈക്വേഷൻസ് ഇവിടെ ഒരു ഈക്വേഷൻ്റെ ഇവിടെ ഒരു ഈക്വേഷൻ ഒരു ഈക്വേഷൻ മാത്രം മതി രണ്ട് സൈഡിലും ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡുള്ള ഒരൊറ്റ ഈക്വേഷൻ നടുക്കൊരു ഈക്വൽ ടു ഉള്ള ഒരൊറ്റ ഈക്വേഷൻ മതി നമുക്ക് അപ്പോൾ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്നുള്ള ഈക്വേഷൻ തിരഞ്ഞെടുത്തു ഇത് തിരഞ്ഞെടുത്തു അപ്പോൾ ഇതിൽ ഈ ഭാഗം എന്താണ് എ സ്റ്റാർ ഇ എന്ന് പറഞ്ഞാൽ എന്താണ് എൽ സി എം ഓഫ് എ ആൻഡ് ബി ആണ് ഈ കാരണം എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എൽ സി എം ഓഫ് എ ആൻഡ് ബി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എ സ്റ്റാർ ഇ എന്ന് പറഞ്ഞാൽ എൽ സി എം ഓഫ് എ ഇ ആണ് എ ഡിയും ഇ ഡിയും എൽ സി എം ആണ് എ ഡിയും ഇ ഡിയും എൽ സി എം എന്തായിരിക്കും എ ആയിരിക്കും ആണോ ഈക്വൽ ടു എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആയിരിക്കണം മനസ്സിലായോ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആയിരിക്കണം നോക്കൂ എൽ സി എം ഓഫ് എ ഇ അതാണ് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആയിരിക്കണം അതാണ് നിബന്ധന അപ്പൊ എങ്ങനെയൊക്കെ വരാം നോക്കൂ എ സ്റ്റാർ ഇ എൽ സി എം ഓഫ് എ ആൻഡ് ഒരു സംഖ്യ ഇ എന്ന് പറഞ്ഞൊരു സംഖ്യ എൽ സി എം കിട്ടേണ്ടത് എന്താണ് എ തന്നെ രണ്ട് സംഖ്യകളുടെ എൽ സി എം കാണും രണ്ട് സംഖ്യകളും ഹരിച്ചു പോകുന്ന ഒരു സംഖ്യ കണ്ടെത്തണം അത് ഏറ്റവും ചെറുതായിരിക്കണം എയും ഇയും ഹരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തണം ആ സംഖ്യ എ തന്നെ ആയിരിക്കണം മനസ്സിലായോ അപ്പൊ ഇ എന്തായിരിക്കുന്നു നോക്കുക എൽ സി എം ഓഫ് 5 1 എന്തായിരിക്കും
5 തന്നെ എൽ സി എം വരും അല്ലേ? 5ൻ്റെയും 1ൻ്റെയും എൽ സി എം 5. ഇതവിടെ നോക്കൂ, എയുടെയും ഇയുടെയും സ്ഥാനത്ത് എന്തെടുത്തു? 5 1 എടുത്തു. എയുടെ സ്ഥാനത്ത് എന്ന് റിപ്പീറ്റ് ചെയ്തു. 5ൻ്റെയും 1ൻ്റെയും എൽ സി എം 5 വരിക. 5ഉം 1ഉം ഹരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ 5 ആയിരിക്കും. 6ഉം 1ഉം ഹരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ 6 ആയിരിക്കും. അപ്പോൾ എയും ഇയും ഹരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇയുടെ സ്ഥാനത്ത് എന്തുണ്ട്? 1. മനസ്സിലായോ? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ സംഖ്യകൾ കൊടുത്തിട്ട് നോക്കിയാൽ മതി. 5 ഇവിടെ കൊടുക്കൂ, ഇവിടെ എന്തെങ്കിലും സംഖ്യ വേണം. 5ന് ഉത്തരം കിട്ടണം. 5ന് ഉത്തരം കിട്ടണം ഇവിടെ 1 കൊടുക്കാൻ പറ്റും. ഇവിടെ 6 സംഖ്യ, 6ന് ഉത്തരം കിട്ടണം. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? 6ഉം ഏത് സംഖ്യയുടെയും 6ൻ്റെയും എൽ സി എം ആണ് 6. ഏത് സംഖ്യയുടെയും 5ൻ്റെയും എൽ സി എം ആണ് 5. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ 1 ആയിരിക്കും. അപ്പോൾ ഇയുടെ സ്ഥാനത്ത് എന്ത് വരും? 1 വരും. നാം നോക്കൂ, ഇ ഈക്വൽ ടു 1. അപ്പോൾ 1 എന്നുള്ളതാണ് ഐഡൻറ്റിറ്റി നടത്തം. 1 ആണ് ഐഡൻറ്റിറ്റി നടത്തം. അപ്പോൾ ഐഡൻറ്റിറ്റി ഓഫ് സ്റ്റാർ ഇൻ എൻ ഈക്വൽ ടു ഇ ഈക്വൽ ടു 1. ഒന്നുകൂടെ വായിക്കാം. ഐഡൻറ്റിറ്റി ഓഫ് സ്റ്റാർ ഇൻ എൻ, എന്നിലുള്ള സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇ ആണ്. ആ ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതൊരു ഉദാഹരണം സഹിതം മനസ്സിലാക്കാൻ വേണ്ടി നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 5ാമത്തെ ക്വസ്റ്റ്യൻ? വിച്ച് എലമെൻറ്റ്സ് ഓഫ് എൻ ആർ ഇൻവേർട്ടിബിൾ? നോക്കൂ, ഏത് എലമെൻ്റാണ് ഇൻവേർട്ടിബിൾ? ആൻ എലമെൻറ്റ് എ ബിലോങ്സ് ടു എ ഈസ് ഇൻവേർട്ടിബിൾ. എ ആണ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. എപ്പോ? ബി എന്നൊരു എലമെൻ്റ് അതിലുണ്ടായിരിക്കണം. എന്നിട്ട് എന്ത് നിബന്ധന വേണം? ഈ നിബന്ധന പാലിക്കണം. അപ്പോൾ എ ആണ് കണ്ടുപിടിക്കേണ്ടത് അർത്ഥം. ഏത് എലമെൻ്റാണ് ഇൻവേർട്ടിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അർത്ഥം. ആൻ എലമെന്റ് എ ഇൻ ക്യാപിറ്റൽ എ ഈസ് ഇൻവേർട്ടിബിൾ. എ ആണ് ഇൻവേർട്ടിബിൾ ആണ്. എ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയണമെന്ന് വെച്ചാൽ എന്ത് വേണം? ബി എന്നുള്ളതൊന്നും ഉണ്ടായിരിക്കണം. എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആയിരിക്കണം. ഒന്നുകൂടെ പറയാം. എ എന്നുള്ള എലമെന്റ് ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ എവിടെ? സ്റ്റാർ എന്നുള്ള ഓപ്പറേഷനിൽ ബി എന്നുള്ളൊരു എലമെന്റ് ആ ഓപ്പറേഷനിൽ ആ സെറ്റിൽ ഉണ്ടായിരിക്കുകയും എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ കിട്ടും വേണം. വേണമെങ്കിൽ ബി സ്റ്റാർ എ എന്നും എഴുതാം, അത് അപ്പുറത്തും എഴുതാം. അതായത് ഇത് പാലിക്കും വേണം. അപ്പോൾ ആ നിബന്ധന ഇവിടെ എടുത്ത് എഴുതാം. എന്താ നിബന്ധന? എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി സ്റ്റാർ എ അവിടെ എടുത്ത് എഴുതി. അതാണ് നിബന്ധന. ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? എയുടെ സ്ഥാനത്ത് എന്ത് വേണം? കാരണം ഏത് എലമെൻ്റാണ് ഇൻവേർട്ടിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, വിച്ച് എലമെൻറ്റ്സ് ഓഫ് എൻ ആർ ഇൻവേർട്ടിബിൾ. ഏതെല്ലാം എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള സെറ്റിൽ ഇൻവേർട്ടിബിൾ. അപ്പോൾ എ ആണ് കാണേണ്ടതെന്ന് അർത്ഥം. എ ആണ് ഇൻവേർട്ടിബിൾ എന്ന് പറയും. അപ്പോൾ എയുടെ സ്ഥാനത്താണ് കാണേണ്ടത്. അപ്പോൾ എ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഈക്വേഷൻ തിരഞ്ഞെടുത്തു. ഇതിൽ നിന്ന് 2 ഈക്വേഷൻസ് ഉണ്ട്, അതിന് ഒരു ഈക്വേഷൻ തിരഞ്ഞെടുത്തു. എ ഇൻവോൾവ് ചെയ്യുന്നത് എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ. അപ്പം എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ ഇ ആയിരിക്കണം. ആ ഈക്വേഷൻ തിരഞ്ഞെടുത്തു. 2 ഈക്വേഷൻ ഉണ്ട്, ഇവിടെ ഈക്വേഷൻ. പക്ഷേ ഒരു ഈക്വേഷൻ മതി നമുക്കൊരു വേരിയബിളിൻ്റെ വില കിട്ടാൻ. എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ എന്നുള്ള ഈക്വേഷൻ, ഈ ഈക്വേഷൻ ഇവിടേക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇത് ഇംപ്ലൈ ചെയ്യുന്ന എന്താണ്? ദിസ് ഇംപ്ലൈസ് എൽ സി എം ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു ഇ. LCM of A and B equal to E. മനസ്സിലായോ? ഇ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തിട്ടുണ്ട്. ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷനിൽ ഇ എന്താണ്? 1 ആണെന്ന് മനസ്സിലായി. 1 ആണ് ഇ. അപ്പോൾ ഇ കിട്ടണം. അപ്പോൾ അതെന്താ? ദാറ്റ് ഇംപ്ലൈസ് LCM of A and B equal to E implies LCM of A and B equal to 1. കാരണം ഇ ഈക്വൽ ടു 1 ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു നമ്മൾ. അപ്പോൾ LCM of A and B equal to 1 കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് A equal to 1. നോക്കാം, ഒരു ഉദാഹരണം നോക്കാം. നോക്കൂ, LCM of 1 LCM ആയി കിട്ടണമെങ്കിൽ ഈക്വൽ ടു ഇ കിട്ടണം, ഈക്വൽ ടു 1 കിട്ടണം. 1 LCM ആയി കിട്ടണമെങ്കിൽ സംഖ്യകൾ എങ്ങനെയായാലും ഏറ്റവും, അതായത് എന്നിലുള്ളതായിരിക്കണം. എൻ നാച്ചുറൽ നമ്പറിലായിരിക്കണം. നാച്ചുറൽ നമ്പറിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് 1. ആ 1 തന്നെ LCM കിട്ടണം. ഏത് 2 സംഖ്യകളുടെ LCM ആണ് 1? ആ 2 സംഖ്യകളും
ഹരിച്ചു പോകുന്ന ഏറ്റവും ചെറിയ ഒന്നാവണം വെച്ചാൽ സംഖ്യകൾ എന്തായിരിക്കണം? LCM വിൽ ബി LCM ഓഫ് 1 ഒന്നിൻ്റെ LCM ആയിരിക്കണം 1. മനസ്സിലായോ? ഇതല്ലാതെ വേറെ മാർഗ്ഗത്തില്ല. അപ്പോൾ എയുടെ സ്ഥാനത്ത് 1 വരണം, ബിയുടെ സ്ഥാനത്ത് 1 വരണം, അപ്പോൾ LCMത്തിൻ്റെ സ്ഥാനത്തും 1 വരും. ആ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ എയുടെ സ്ഥാനത്ത് എന്ത് വേണം? അപ്പോൾ എയുടെ സ്ഥാനത്ത് അത് മാർക്ക് ചെയ്തില്ലേ, എയുടെ സ്ഥാനത്ത് 1 തന്നെ വരണം. ഇതാ ഈ എയുടെ സ്ഥാനം ഇവിടെ 1-നാണ്. എ ഇവിടെ മാർക്ക് ചെയ്തു, ആ സ്ഥാനത്ത് തന്നെ ഇവിടെ മാർക്ക് ചെയ്തു, അപ്പോഴേ 1 വരും എന്നർത്ഥം. അതായത് A = 1. അപ്പോൾ ഏത് എലമെൻറ്റാണ് മനസ്സിലായി? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഐഡൻറ്റിറ്റി പഠിച്ചു. നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്, an element A belongs to capital A is invertible with respect to operation star if there exists an element B in A such that A star B = E. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 1 ആവാൻ സാധ്യത. അപ്പോൾ A = 1. അപ്പോൾ ദ എലമെൻറ്റ് ഓഫ് എന്നിലുള്ള എലമെൻറ്റ്, കുറേ എലമെൻറ്റ്സ് ഒന്നുമില്ല, ഒരു എലമെൻറ്റേ ഉള്ളൂ എന്നർത്ഥം. ദ എലമെൻറ്റ് ഓഫ് n ഇൻവേർട്ടിബിൾ ഇൻ x = A. ഇതിനെ നമ്മൾ ഇൻവേർട്ടിബിൾ എന്ന് പറയും. ഈ ഏനാണ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. A = 1. അപ്പോൾ 1 എന്നുള്ള എലമെൻറ്റ് മാത്രമേ ഇൻവേർട്ടിബിൾ എന്ന് പറയാൻ പറ്റൂ ഈ എന്നിൽ. ഈ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ പ്രകാരം, അതായത് LCM ഓഫ് A ആൻഡ് B ആണ് സ്റ്റാർ എങ്കിൽ ആ ഓപ്പറേഷൻ പ്രകാരം n എന്നുള്ള സെറ്റിൻ്റെ ഉള്ളിൽ ഒറ്റ എലമെൻ്റ് ഉണ്ടാവും, അത് 1 ആയിരിക്കും. അത് മാത്രമേ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാൻ പറ്റൂ എന്നർത്ഥം. അപ്പോൾ ഏറെക്കുറെ എല്ലാത്തരം പ്രോബ്ലംസ് നമ്മൾ കവർ ചെയ്തു എന്ന് പറയാം. എല്ലാ തരം പ്രോബ്ലങ്ങളും അത്യാവശ്യം വിശദീകരിച്ചു എന്ന് പറയാം. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് ഇനി ഒന്നും കൂടി ആലോചിച്ച് ഈ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അത് എല്ലാ ഉത്തരം കിട്ടുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.